ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലേഷ്യയിലെ സെലാൻഗോറിലെ ഗോംബക് ജില്ലയിലെ ഉലുക്ലോങ്ങിൽ 110 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മലേഷ്യൻ മൃഗശാലയാണ് സൂ നെഗര. 1963 നവംബർ 14 രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി തുങ്കു അബ്ദുൾ റഫ്ഫാനാണ് ഇത് ഔദ്യോഗികമായി തുറന്നത്. ഈ സൂവിൽ 400-ലധികം സ്പീഷീസ് മലേഷ്യൻ മാമൽസും റെപ്റ്റൈൽസും ബേർഡ്സും എല്ലാമുണ്ട്. ഇതിലേറ്റവും കൂടുതലുള്ളത് ഫിഷും ബേർഡ് സ്പീഷീസുകളുമാണ്. മലേഷ്യൻ സുവോളജിക്കൽ സൊസൈറ്റി ഒരു സർക്കാരിതര സംഘടനയാണ് ഈ മൃഗശാല കൈകാര്യം ചെയ്യുന്നത്. 476 വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട 5137 മൃഗങ്ങൾ ഇവിടുത്തെ ഈ സൂവിലുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു ബീം മ്യൂസിയമുണ്ട്. രാജ്യത്തെ നിരവധി തരം തേനീച്ചകളെക്കുറിച്ച് സന്ദർശകരെ ബോധവൽക്കരിക്കാനാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. തേന് കൊടുക്കുന്നുണ്ട്. ആനിമൽ ഫോട്ടോ കോർണറുണ്ട് ഇവിടെ. ആഴ്ചയുടെ അവസാനം വരുന്നവർക്ക് പാമ്പുകളുടെ മിനിയേച്ചർ കുതിരകൾ, പക്ഷികൾ എന്നിവയ്ക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കാവുന്നതാണ്. ടിക്കറ്റ് എടുത്ത് കയറിയാൽ നടന്നു പോകാൻ അനുവാദമുണ്ട് നമുക്ക്. അല്ല എങ്കിൽ നമുക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇവിടെ ട്രാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ പ്രത്യേക ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കതേ കയറി പോകാം. പക്ഷെങ്കിൽ അതേ പോയാൽ അവരങ്ങ് ഓടിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. നമുക്ക് മൃഗങ്ങളെയെല്ലാം കണ്ടുപോകാൻ പറ്റുകയില്ല. 2 സൈഡിലും മൃഗങ്ങളെ കാണാം. പിന്നെ ഇടവഴിയിലൂടെ കടന്നുപോയി നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാവുന്നതാണ്. പക്ഷെ ട്രാമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഇവയെ അടുത്ത് കാണാൻ സാധിക്കില്ല. ഓടുന്ന വണ്ടിയിലിരുന്ന് കാണുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ നിർത്തി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ ഇറക്കി ഞങ്ങൾ ഓരോ സ്ഥലത്തും പോയി കാണുകയായിരുന്നു. വിശാലമായ ഒരു സൂ തന്നെയാണിത്. വലിയ വൃക്ഷങ്ങളും ചെറിയ ചെടികളും അതുപോലെ ഗാർഡൻ പ്ലാന്റ്സും എല്ലാം ഇതിനിടയ്ക്ക് നന്നായി വളർത്തിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ടാണ് സൂവിനകം എല്ലാം കിടക്കുന്നത്. ഒരു പേപ്പറോ ഒരു ഇലയോ ഒന്നും നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല. മൃഗങ്ങളുടെ കൂടുകളിൻ്റെ അരികിൽ ചെന്നാലും ഒരു ഫൗൾ സ്മെല്ലോ ഒന്നുമില്ല. വിശാലമായ വഴികളുണ്ട്. കിളികളാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത്. ഓരോ മൃഗങ്ങളെ അടുത്ത് കാണണമെങ്കിൽ വണ്ടിയിൽ പോയാൽ ശരിയാകാത്തതുകൊണ്ട് ഞങ്ങൾ നടന്ന് കാണാൻ തുടങ്ങി. ഈ 110 ഏക്കറിൽ നടന്ന് കാണുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമാണ്. എങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ മൃഗങ്ങളെയും അതിൻ്റെ പിക്ചറും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ കൂടിൻ്റെ സൈഡിലായിട്ട്. ഭൂരിപക്ഷം എണ്ണത്തിനെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഒത്തിരി അടുത്ത് പോകരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം. ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത് തരുന്ന മൃഗങ്ങളുമുണ്ട് ഇതിനിടയിൽ. പലതരം പ്രദർശനങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. നമുക്ക് പാർക്കിൽ കയറിയാൽ ഒരു ദിവസം മുഴുവൻ ചിലവാക്കിയാൽ ശരിയായും പൂർണ്ണമായും കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ജീവികളുടെയും പല വെറൈറ്റി മൃഗങ്ങളുണ്ട് ഇതിനകത്ത്.
ഒരു 3-4 മണിക്കൂറുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ച് കണ്ടു പോകാം എന്നുള്ളൊരവസ്ഥയാണ് ഇതിനകത്ത്. കുറച്ച് ഫോട്ടോകൾ മാത്രം എടുത്തു. നമ്മൾ ഇതിനകത്തൂടെ നടക്കാൻ പോയാൽ തന്നെ നമ്മൾ ക്ഷീണിച്ചു പോകും. രാവിലെ 9 AM തൊട്ട് വൈകിട്ട് 5 PM വരെ ഇത് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. 11 മണിക്ക് മുമ്പായും 3 മണിക്ക് മുമ്പായും കയറിയാൽ ഇതുങ്ങൾക്കെല്ലാം ഫീഡിങ് നടത്തുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇടയ്ക്കുള്ള ഷോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് അതിനും കയറാവുന്നതാണ്. പുറത്തുനിന്ന് ആഹാര സാധനങ്ങളോ കുപ്പി വെള്ളമോ ഒന്നും ഇവിടെ അനുവദിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. മറ്റ് പലയിടത്തും കണ്ടിട്ടില്ലാത്ത ഒന്ന് പാൻഡാസിനെ ഇവിടെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ പല ടൈപ്പ് പാമ്പുകളെയും തവളകളെയും എല്ലാം ഇവിടെ കാണാൻ സാധിച്ചു. പാൻഡായെ വളരെ സുരക്ഷിതമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഒരു നില താഴെയായിട്ടാണ് അതിനു വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായ ഒരു ലോകം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുറച്ച് നടന്ന് മടുത്തപ്പോൾ ട്രാമ്പ് വന്നപ്പോൾ അതിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ പുറകിലത്തെ സീറ്റിലാണ് ഇരുന്നത്. അതുകൊണ്ട് വിശാലമായി സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റി.
ഇതിനിടയ്ക്കെല്ലാം മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാം. വളരെ വലിയ മീനുകളുണ്ട് ഇവിടെ. നമ്മുടെ ചെറിയ ലോകത്തിരുന്നാൽ നമുക്കിതൊന്നും കാണാൻ പറ്റുകയില്ലല്ലോ. വിശാലമായ ഈ ലോകത്ത് എന്തെല്ലാം കാഴ്ചകളാണുള്ളത്, എന്തെല്ലാം വെറൈറ്റി ജീവികളാണുള്ളത്. ഇതൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പല ജീവികളെയും നമുക്ക് ശരിക്കും അടുത്ത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. നടക്കാൻ ഒത്തിരി ദൂരമുണ്ടായിരുന്നു എന്നതിനെ കവിഞ്ഞ് വേലി വെച്ച് മറിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എല്ലാ സ്ഥലത്ത് പോയി കാണാവുന്നതൊക്കെ നമ്മൾ കണ്ടു. ഞങ്ങൾ ട്രാമ്പിൽ തന്നെ തിരിച്ചു വന്നിറങ്ങി. ധാരാളം വിസിറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെളിയിൽ നിന്ന് മനോഹരമായ ആന, ജിറാഫ്, കുതിര അങ്ങനെയുള്ള ജീവികളുടെ എല്ലാം മനോഹരമായ രൂപങ്ങളുണ്ടാക്കിയതിന് മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ബസ്സിലേക്ക് പോയി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.